ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് സാധാരണ ഡോക്ടേഴ്സ് കൊടുക്കുന്നതാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. സാധാരണ 90% ആളുകൾക്കും പ്രമേഹം ഉണ്ടാവാൻ കാരണം അവരുടെ ഭക്ഷണ ക്രമീകരണം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് വിശക്കുന്നു എന്ന് ബോഡി സിഗ്നൽ തരാൻ കാരണം നമ്മുടെ ശരീരത്തിൽ ഏതോ പോഷകാഹാരങ്ങൾ കുറവുണ്ട്, അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് നികത്താം എന്നതിനുള്ള ഒരു സിഗ്നലാണ് വിശക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ വിശക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്ത വസ്തുക്കളാണ്. ഇതിൽ വളരെ തുച്ഛമായ പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ബോഡിക്ക് ആവശ്യം ഏതാണോ ആ ആവശ്യമുള്ള ന്യൂട്രീഷൻ ബോഡി എടുത്ത് ബാക്കിയുള്ള പുറത്തേക്ക് തള്ളും. എന്നാൽ ഇതിൽ എന്താണോ നമ്മൾ ചേർത്തത് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ 90% ഇതിൽ ഈ ഷുഗർ കണ്ടന്റുകൾ അഥവാ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റുകളാണ്. ഈ പ്രോസസ്സ് ചെയ്ത ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടന്റ് പെട്ടെന്ന് നമ്മൾ ചെറുകുടലിലെത്തി അത് നമ്മുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യും. ഈ ആഗിരണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ റിലീസ് ചെയ്യും. ഈ ഇൻസുലിൻ റിലീസ് ചെയ്യാൻ കാരണം നമ്മുടെ ഷുഗറിനെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാനും ഈ ഷുഗറിനെ ബാലൻസ് ചെയ്യാനും ഇൻസുലിൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിയിൽ പാങ്ക്രിയാസിൽ നിന്നും ഇൻസുലിൻ റിലീസ് ചെയ്യും. എത്രത്തോളം സ്പീഡിലാണോ ഈ കാർബോഹൈഡ്രേറ്റ് ബ്ലഡിലേക്ക് എത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസുലിൻ ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വരും. ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ നോർമലായിരിക്കും. കാരണം ഈ ഇൻസുലിൻ ഇത് ഫാറ്റ് സെല്ലുകളും ഗ്ലൈക്കജനൊക്കെ ആയിട്ട് അതിൻ്റെ യഥാസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഈ ഗ്ലൂക്കോസിനെ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ഈ 1 മണിക്കൂർ 2 മണിക്കൂറിന് മുന്നേ തന്നെ നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങും. ഇത് വിശക്കാൻ കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടത് പോഷകാഹാരങ്ങളാണ്. ഈ പോഷകാഹാരങ്ങൾ ഏതാണ് നഷ്ടപ്പെട്ടത് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിശപ്പെന്ന സിഗ്നൽ ബോഡി തരുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കഴിച്ചത് കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് ആവശ്യമുള്ളത് ബോഡിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും വിശക്കാൻ തുടങ്ങും. വീണ്ടും വിശക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് വീണ്ടും ഷുഗറിൻ്റെ അളവ് കൂടുകയും പാങ്ക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിൽ മുമ്പ് 1 മണിക്കൂർ മുന്നേ കഴിച്ച ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇൻസുലിൻ തന്നെ ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട്. വീണ്ടും നിങ്ങൾ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീണ്ടും ഇൻസുലിൻ വരും. അങ്ങനെ ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് വിശപ്പ് വീണ്ടും വീണ്ടും വരും. കാരണം നിങ്ങൾ ബോഡിക്ക് ആവശ്യമുള്ള ഭക്ഷണമല്ല കൊടുക്കുന്നത്. അങ്ങനെ ബ്ലഡിൽ ഇൻസുലിൻ്റെ അളവ് കൂടും. അതിനെ ഹൈപ്പർ ഇൻസുലിമിയ എന്ന് പറയും. ഈ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയി മാറും. അഥവാ ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാത്തൊരവസ്ഥ വരും. ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാഞ്ഞാൽ നിങ്ങൾ ബ്ലഡിൽ ഉണ്ടാകുന്ന ഷുഗറിനെ ഇൻസുലിനെ യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ നിങ്ങൾ ബ്ലഡ് ഷുഗർ കൂടാൻ തുടങ്ങും. ബ്ലഡ് ഷുഗർ കൂടുന്നത് നിങ്ങളുടെ ഇൻസുലിൻ കൂടിയത് കൊണ്ടാണ് എന്ന് കരുതി ഞാൻ ഇൻസുലിൻ എടുക്കണ്ട എന്ന് പറയുകയല്ല. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രശ്നമാണ് ഉള്ളത്, നിങ്ങൾക്ക് പാങ്ക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കാത്ത പ്രശ്നമാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങൾ ഏത് പ്രശ്നമാണ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇൻസുലിൻ എടുക്കാൻ പറ്റുള്ളൂ. അതല്ല, നിങ്ങൾ പാങ്ക്രിയാസ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് പക്ഷേ ഫ്ലെക്സിബിൾ അല്ല. നിങ്ങളെ പാങ്ക്രിയാസ് റിലീസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അല്ല, പല സമയത്തും പല രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ലൈഫ് സ്റ്റൈലും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബാലൻസ് ആക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഇങ്ങനെ ഈ നാച്ചുറൽ ഭക്ഷണം കഴിക്കണം. നാച്ചുറൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളെ ബ്ലഡിലേക്ക് ഇൻസുലിൻ വരുന്നതും അതുപോലെ തന്നെ ഷുഗർ വരുന്നതും അത് കൺട്രോൾഡ് ആയിരിക്കും. അതുമാത്രമല്ല, ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിശപ്പ് കുറയും. ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത് ഇൻസുലിൻ കുറഞ്ഞത് കൊണ്ടല്ല, ഇൻസുലിൻ കൂടിയത് കൊണ്ടാണ് ഡയബറ്റിക് ഉണ്ടാകുന്നത്. ഇൻസുലിൻ കൂടാൻ കാരണം ഇങ്ങനെയുള്ള ഭക്ഷണം അമിതമായി കഴിക്കുന്നതുകൊണ്ട് ഫ്രീക്വൻസി അഥവാ നിരന്തരം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഇൻസുലിൻ്റെ അളവ് കൂടും. അങ്ങനെ ഇൻസുലിൻ ബ്ലോക്ക് ആകുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് പറയുന്നത്. അതിന് ഈ ഇൻസുലിൻ എടുത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ടൈപ്പ് 2 ഡയബറ്റിക് മാറ്റാൻ പറ്റില്ല. ഈ ഫുഡ് മാറ്റി വെക്കുക, ഈ ഫുഡ് കഴിക്കുക എന്നതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം.